ശ്രീലങ്കയിലെ പ്രളയവും പാകിസ്ഥാനും അവിടെ പ്രളയം ബാധിച്ച പ്രദേശങ്ങൾക്ക് സഹായവുമായിട്ട് പാകിസ്ഥാൻ എത്തി. അവര് ഒരുപാട് സാമഗ്രികൾ അവിടത്തേക്ക് അയച്ചു. പക്ഷെ ഈ അയച്ചതിന്റെ പേരിൽ ആക്ഷേപം നേരിടുകയാണ്, കുറ്റപ്പെടുത്തലുകളൊക്കെ നേരിടുകയാണ് പാകിസ്ഥാൻ. വെറുതെയല്ല, അതിന് പിന്നിൽ തക്കതായിട്ടുള്ള ഒരു കാരണമുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ പല രാജ്യങ്ങൾക്ക് ദുരിതാശ്വാസത്തിന്റെ പേരിൽ പല മോശപ്പെട്ട ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങളും കൊടുത്തയക്കുന്നു എന്ന പരാതി പാകിസ്ഥാൻ നേരിട്ടിട്ടുണ്ട്. ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താ? എന്തിനാണ് ഇത്തരത്തിൽ ഒരാളെ സഹായിക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? മതപരമാണോ ഇവരുടെയൊക്കെ പ്രശ്നം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഈ സത്യത്തിന്റെ മുഖം നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യം, പ്രളയക്കെടുതിയിൽ ആയിരങ്ങൾ കൊല്ലപ്പെട്ട ശ്രീലങ്കയ്ക്ക് കൊടുത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ളത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരുന്നു എന്ന് കണ്ടിട്ട് ഇപ്പം ഭാരതീയരൊന്നും അല്ല പറയുന്നത്, ശ്രീലങ്കൻ സർക്കാർ ഔദ്യോഗികമായിട്ട് പാകിസ്ഥാനെതിരെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുക. ഇത് പാകിസ്ഥാൻ ആദ്യമായിട്ടല്ല ഇത് ചെയ്യുന്നത്. പണ്ട് നേപ്പാളിന് ഇതുപോലെ സഹായം, ഭൂകമ്പത്തിൽപ്പെട്ട നേപ്പാളിന് സഹായം എത്തിക്കുമ്പോഴും പാകിസ്ഥാൻ ഇതേ രീതിയിൽ ഉപയോഗശൂന്യമായ സാധനങ്ങൾ നേപ്പാളികൾക്ക് കൊടുത്ത് അവരെ അപമാനിച്ചിരുന്നു. ഇതിന്റെ പിന്നിൽ പാകിസ്ഥാന്റെ ഒരു തീവ്രവാദ അല്ലെങ്കിൽ ഭീകരവാദ മുഖം തന്നെയാണ്. അവിടുത്തെ ഭരണകൂടത്തിൽ എല്ലാ തലങ്ങളിലും നുഴഞ്ഞു കയറിയിരിക്കുന്ന ഉഗ്രവാദികള്, അതുപോലെ മതമൗലികവാദികള്, തീവ്രവാദികൾ, ഇവരൊക്കെ തന്നെ തങ്ങളുടെ വിശ്വാസത്തിന് പുറത്തു നിൽക്കുന്ന ആൾക്കാരെ മനുഷ്യരായിട്ട് കാണാറില്ല. അവരെ അപമാനിക്കാനും അവരെ അവർക്ക് ദോഷമുണ്ടാക്കാനുമുള്ള ഒരു സാഹചര്യവും അവര് ഉപയോഗപ്പെടുത്താതിരിക്കുകയും. പാകിസ്ഥാനിൽ അതാണ് ഇപ്പൊ നടക്കുന്നത്. ശ്രീലങ്ക നമുക്ക് എല്ലാവർക്കും അറിയാം, ബഹുഭൂരിപക്ഷം ബുദ്ധമത വിശ്വാസികളുള്ള ഒരു രാഷ്ട്രമാണ്. പിന്നീട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്, കുറച്ച് മുസ്ലിങ്ങളും ഉണ്ട്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് ഇത് കിട്ടിയ, പാകിസ്ഥാനിലെ മതമൗലികവാദികൾക്ക് ഇതൊരു അവസരമാണ്. അതായത് അവിശ്വാസികളായ ഒരു കൂട്ടം ആൾക്കാരെ അവരെ അപമാനിക്കാനും അവർക്ക് ദുരിതങ്ങൾ വർദ്ധിപ്പിക്കാനുമുള്ള ഒരു സാഹചര്യമാണ്. അത് അവർ ഉപയോഗപ്പെടുത്തി. എന്നിട്ട് അവരതിനെ ന്യായീകരിച്ചു. അതായത് ശ്രീലങ്കൻ സർക്കാർ ഈ പ്രതിഷേധം അറിയിക്കുമ്പോൾ ആദ്യം പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഒരു വലിയ മണ്ടത്തരം കാണിച്ചു കൊളംബോയിൽ. അതായത് പഴയ എക്സ്പയറി ഡേറ്റ് ആ പാക്കറ്റുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം കഴിഞ്ഞതാണ്, അത് ശരിയാണ്. പക്ഷേ അതിനുള്ളിലെ സാധനങ്ങൾ പുതിയ സാധനങ്ങളാണെന്നും വേറെ വളരെ ധൃതിയിൽ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാക്കറ്റുകൾ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ് പാകിസ്ഥാൻ വരുത്തിയ ഒരു ചെറിയ തെറ്റ് എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് അതിഭീകരമായ പ്രതിഷേധം ശ്രീലങ്കയിലുണ്ടായി. പിന്നീട് പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ അവരുടെ അഭിപ്രായം, ആ ട്വീറ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമത്തിൽ നിന്നും അവരുടെ അഭിപ്രായം പിൻവലിക്കുകയും ചെയ്തു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാകിസ്ഥാന് ഏതാണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ 10 കോടി രൂപ, എത്ര കോടിയാണ് കേരളത്തിൽ നിന്ന് കൊടുത്തത്? അതിന് കൊടുത്ത ഒരു സംസ്ഥാനമാണ് ഈ കേരളം. അവിടെ ഓർക്കേണ്ടത്, ഈ ഇടത് ഒരു എക്കോ സിസ്റ്റത്തിലുള്ളവരെന്നും ഓർക്കേണ്ടത്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് മാനവിക മൂല്യം എന്നതൊന്നില്ല, മതപരമായ മൂല്യം മാത്രമേ ഉള്ളൂ. മാനവികതയിൽ പാകിസ്ഥാൻ വിശ്വസിക്കുന്നില്ല. മതത്തിനും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾക്കും അതീതമായ മാനവികത എന്നുള്ളത് ഒരു തരത്തിലും മതമൗലികവാദികൾ അംഗീകരിക്കില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. അതായത് നിങ്ങൾ എത്ര വലിയ ദുരന്തത്തിൽപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മതത്തിൻ്റെയും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു മതമൗലികവാദി കാര്യങ്ങൾ കാണുകയും. മതമൗലികവാദിയെ സംബന്ധിച്ചിടത്തോളം എതിരാളിയുടെ ദുരന്തം തങ്ങൾക്കൊരവസരമാണ്. അവരെ അപമാനിക്കാൻ, അവരെ കൂടുതൽ അവരുടെ ദുരിതത്തിലേക്ക് തള്ളിയിടാൻ ഒക്കെയുള്ളൊരു അവസരമാണ്. പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർ ഈ മാനവിക മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് അവർക്ക് എല്ലാ സഹായവും അവർ ആവശ്യപ്പെടുകയും ചെയ്യും. ഇതൊരു തന്ത്രമാണ്. ഇത് യുദ്ധത്തിലും അതുപോലെ രാഷ്ട്രീയത്തിലും ജീവിതത്തിലും ഒക്കെ മതമൗലികവാദ രാഷ്ട്രമായ ഒരു ഭീകര രാഷ്ട്രമായ പാകിസ്ഥാൻ പിന്തുടരുന്ന ഒരു തന്ത്രമാണ്. നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ചീഞ്ഞ ഇറച്ചി കയറ്റി വിട്ടു എന്നാണ് ആരോപണം. അതായത് അത് കഴിച്ച് ഈ ഭൂകമ്പത്തിൽപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത് കഴിച്ച് രോഗം കൂടി ഉണ്ടാവണം.
തീർച്ചയായിട്ടും അത് നിസ്സാരമായിട്ട് അങ്ങനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ യാദൃശ്യമായിട്ട് സംഭവിച്ചു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെയെങ്കിൽ ഇപ്പൊ ശ്രീലങ്കയിലും അത് തന്നെ സംഭവിക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ ശത്രുക്കളെ, തങ്ങളുടെ ശത്രുക്കളെ ദുരിതത്തിലാഴ്ത്താൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതിരിക്കുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു രാഷ്ട്രത്തിന്റെ ഒരു പോളിസിയുടെ ഭാഗമാണ്. അത് തീർച്ചയായിട്ടും അവർ അവസരം കിട്ടുമ്പോഴൊക്കെ അവരത് ഉപയോഗിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടിരുന്നത് ശ്രീലങ്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താൻ സൈനികമായിട്ട് ശ്രീലങ്കയിൽ ഒരു സാന്നിധ്യം കിട്ടാനും ശ്രീലങ്കയുമായിട്ട് സഹകരണത്തിനൊക്കെ ശ്രമിച്ചപ്പോഴും നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാകും, പണ്ടൊരിക്കൽ ശ്രീലങ്കയുടെ ഒരു ക്രിക്കറ്റ് ടീം പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ അവർ യാത്ര ചെയ്ത ബസ്സിന് നേരെ ഭീകരാക്രമണം ഉണ്ടായി. നമുക്ക് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് അങ്ങനെ ഒരു അവസരം, അല്ലെങ്കിൽ അത് നമ്മൾ ഈ സാമാന്യ ബോധം, നീതി തുടങ്ങിയ ഒരു ആശയങ്ങളിലായി ഒരു നീതിബോധം അത് പാകിസ്ഥാൻ അംഗീകരിക്കുന്നു. ആ നീതിബോധം, അത്തരം നീതിബോധത്തിന് ഒരു മതമൗലിക രാഷ്ട്രത്തിൽ, ഒരു തീവ്രവാദ രാഷ്ട്രത്തിൽ പ്രസക്തി. തീവ്രവാദ രാഷ്ട്രത്തിന്റെ ആദ്യത്തെ പ്രസക്തി തങ്ങളുടെ വിശ്വാസം പാലിക്കുന്നോ ഇല്ലയോ, തങ്ങളുടെ വിശ്വാസം എങ്ങനെ മറ്റൊരാളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാം, അതിനുള്ള ഒരവസരവും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഇതാണ് ഒരു തീവ്രവാദ രാഷ്ട്രത്തിന്റെ പ്രഥമവും പ്രാഥമികവുമായിട്ടുള്ള അവരുടെ നയം. അത് അവർ കൃത്യമായിട്ട് അവർ നടപ്പാക്കാറുണ്ട്. അവർക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ അവർ അത് നടപ്പാക്കും. ഈ ഒരു സാഹചര്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് ലോകത്തിലെ എല്ലാ തീവ്രവാദികൾക്കും അവിടെ അഭയം കൊടുക്കും. അമേരിക്ക ബിൻ ലാദനെ ആക്രമിച്ച് കൊന്നത് പാകിസ്ഥാനിൽ വെച്ചാണല്ലോ. പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ വലിയ സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു അവസരമാണ്. പാകിസ്ഥാന് ഏറ്റവും അധികം സാമ്പത്തിക സഹായം ചെയ്യുന്ന അമേരിക്കയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. അവിടെ പ്രഥമ പരിഗണന ബിൻ ലാദന്റെ വിശ്വാസ പ്രമാണങ്ങൾക്കാണ്. ആ വിശ്വാസ പ്രമാണങ്ങൾ ബിൻ ലാദന്റേതും പാകിസ്ഥാന്റേതുമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ മാത്രമല്ല, അതിൽ നിന്നും വ്യത്യസ്തമായ വിശ്വാസ പ്രമാണങ്ങൾ പാലിക്കുന്നവരെ ഏതൊരു അവസരത്തിലും അവരെ ആക്രമിച്ച് അവരെ നശിപ്പിക്കാം, അവരെ ഇല്ലാതാക്കാം. അതിന് ഒരു ദൈവികമായ ഒരു പിന്തുണ ഉണ്ടാകും, അല്ലെങ്കിൽ അതിന് ഒരു മതപരമായിട്ടുള്ള ഒരു പിന്തുണ ഉണ്ടാകും എന്നുള്ളതാണ് പാകിസ്ഥാന്റെ അടിസ്ഥാന തത്വം. അത് അവർ കൃത്യമായിട്ട് ശ്രീലങ്കയിൽ പാലിച്ചു. പക്ഷെ ശ്രീലങ്ക അതിശക്തമായിട്ട് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. ഇത് നമ്മൾ ആലോചിക്കേണ്ടത്, പാകിസ്ഥാന്റെ ഇതേ നിലപാടും ഇന്ത്യയുടെ നിലപാടും തമ്മിൽ നമ്മളൊന്ന് താരതമ്യപ്പെടുത്തിയാൽ, ഇന്ത്യയെ ഏറ്റവും അധികം ഒരു രാജ്യമാണ് തുർക്കി. അത് ചരിത്രപരമായിട്ട് ഇന്ത്യ നശിപ്പിച്ച മുഹമ്മദ് ഓഫ് ഗോർ, നമ്മൾ മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് ഗോറി എന്നൊക്കെയാണ് മലയാളത്തിൽ പഠിപ്പിക്കുന്നത്. പക്ഷെ അതല്ല, മുഹമ്മദ് ഓഫ് ഗോർ എന്ന സ്ഥലത്തുള്ള ഒരു മുഹമ്മദാണ് മുഹമ്മദ് ഓഫ് ഗോർ. ഗസ്നി എന്ന സ്ഥലത്തുള്ള മഹ്മൂദാണ് മുഹമ്മദ് ഗസ്നി ആയിട്ട് നമ്മുടെ മലയാള ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത്. ഇവർ തൊട്ട് ആധുനിക കാലം വരെ, ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും പാകിസ്ഥാനെ സഹായിച്ച രാജ്യമാണ് തുർക്കി. ആ തുർക്കിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇന്ത്യ കൈ അയച്ചുള്ള സഹായമാണ് ചെയ്തത്. നമ്മൾക്ക് ഉപയോഗശൂന്യമായ പഴയ സാധനങ്ങളോ ആക്രി സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലമായിട്ടോ അല്ല തുർക്കിയെ കണ്ടത്. നമ്മൾ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ആ മൂല്യങ്ങളും ഒരു മതമൗലിക രാജ്യത്തിന്റെ, തീവ്രവാദ രാജ്യത്തിന്റെ മൂല്യങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ സംഭവങ്ങളിലൂടെ ഒക്കെ വെളിപ്പെടുന്നത്. കാരണം ഇവിടെ പ്രാഥമികത ദുരിതം അനുഭവിക്കുന്ന വ്യക്തികൾക്കാണ്, മനുഷ്യർക്കാണ്, ആ വ്യക്തിയുടെ മതവിശ്വാസത്തിനാണ്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. അത് ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ പൊതുവെ അങ്ങനെ തന്നെയാണ്. ഞാൻ ഇന്ത്യ മാത്രമല്ല പറയുന്നത്, മറ്റ് പൂർണ്ണമായ ജനാധിപത്യം വളർന്നിട്ടുള്ള രാഷ്ട്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ തന്നെയാണ്. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വ്യവസ്ഥയിൽ ഏറ്റവും ഒടുവിൽ എന്താണ് പാകിസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്നത്? പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിമാരെ എടുത്തു നോക്കുക, പലരും കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. പാകിസ്ഥാനിലെ ഭൂട്ടോയുടെ കാര്യം എടുക്കുക, തൂക്കിക്കൊന്നു. എത്ര
ഭരണാധികാരികളെ വെടിവെച്ച് വന്നു. നവാസ് ഷെരീഫ് ജയിലിലിട്ട് അതീവ ദുരിതം അനുഭവിച്ചു. ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുകയാണ്. ഇങ്ങനെ മരിച്ചു എന്നായിരുന്നു ഇതുവരെയുള്ള വാർത്ത. പക്ഷെ മരിച്ചിട്ടില്ലെങ്കിലും അയാളെ വളരെയധികം മാനസിക പീഡനങ്ങൾക്ക് വിധേയമാക്കുകയാണെന്നാണ് ജയിലിൽ അയാളെ സന്ദർശിച്ച അയാളുടെ സഹോദരി പറഞ്ഞത്. അപ്പോ ഈ പറയുന്ന ആര് അധികാരത്തിലെത്തുന്നോ അവരായിരിക്കും അന്നത്തെ നിയമം നിശ്ചയിക്കുക. പെർമനന്റ് ആയിട്ടുള്ള നിയമങ്ങളൊന്നുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പാകിസ്ഥാനും ഇന്ത്യയും ഒന്നായിരുന്നു, ഒരേ രാഷ്ട്രം. അങ്ങനെ ഒരേ രാഷ്ട്രമായിരുന്ന ഒരു പ്രദേശം രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ ഒരു പ്രദേശം മതത്തിന്റെ അടിസ്ഥാനത്തിൽ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിലുള്ള, ഭീകരവാദികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു രാജ്യം വന്നാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ നാട്ടിലും ഭീകരതയെ, റാഡിക്കൽ ഇസ്ലാമിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ പാകിസ്ഥാന്റെ ഉദാഹരണം അവരുടെ മുന്നിൽ എന്നും ഉണ്ടാവണം. അവിടെ നിരന്തരം ബോംബ് സ്ഫോടനങ്ങളാണ്. ഓരോ പ്രവിശ്യയും ബോംബ് സ്ഫോടനങ്ങളാണ്. ഖൈബർ പഖ്തൂൺവായോ, ബലൂചിസ്ഥാനോ, സിന്ധോ, പഞ്ചാബോ ഇതിലൊന്നും ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ചിന്തിക്കുന്നില്ല. ഗോത്രങ്ങളാണിപ്പോൾ. ആ ഗോത്രങ്ങൾ പരസ്പരം പോരടിക്കുക. ഇത് എങ്ങനെയാണ് മതമൗലികവാദം, റാഡിക്കൽ ഇസ്ലാമിസം ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കുന്നത്? തൊട്ടടുത്ത രാജ്യമായ ഒരു അതിർത്തിക്ക് ഇപ്പുറമുള്ള രാജ്യത്ത് ഇതൊന്നുമില്ല. വംശീയമായിട്ട് വടക്കേ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഒരേ വംശീയരാണ്. അവർ സംസാരിക്കുന്ന ഉറുദു, ഇവിടെ സംസാരിക്കുന്ന ഹിന്ദിയും ഏതാണ്ട് ഒരേ ഭാഷ തന്നെയാണ്. മലയാളവും തമിഴും തമ്മിലുള്ള വ്യത്യാസം പോലും ഉറുദുവും ഹിന്ദിയും തമ്മിൽ ഇല്ല. അപ്പോ അത്ര പാരമ്പര്യം പങ്കുവെക്കുന്ന രണ്ട് ജനത ഒരു സാമ്യമില്ലാത്ത രീതിയിൽ ആ രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് പോകും. അവരുടെ വിദേശ നയങ്ങളും അവരുടെ പ്രവൃത്തികളും ഒക്കെ തന്നെ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷവും ഇതിന്റെ അടിസ്ഥാനത്തിലും ഒരു മതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലും ആകുമ്പോൾ എത്രമാത്രം ദുരന്തമാണ് മതമൗലികവാദം ഒരു രാഷ്ട്രത്തിൽ വിതയ്ക്കുന്നത് എന്നത് അതിന്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ്, നമ്മുടെ കൺമുൻപിലുള്ള ഉദാഹരണമാണ് പാകിസ്ഥാൻ എന്നാണ് ഈ ശ്രീലങ്കയിലെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. പാകിസ്ഥാൻ ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കാം. പാകിസ്ഥാന് ശ്രീലങ്കയ്ക്ക് നൽകാൻ സഹായം കൊടുക്കാൻ ഇല്ലായിരിക്കാം. എങ്കിൽ കൊടുക്കാതിരുന്നാൽ മതിയായിരുന്നു. അവര് ഇല്ലാത്തത് മറ്റൊരാൾക്ക് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അവിടെ ഒന്നും തന്നെ ഒരു സത്യസന്ധമായ, ട്രാൻസ്പെറന്റ് ആയ, സുതാര്യമായ നിലപാട് സ്വീകരിക്കാത്തതിന്റെ പ്രശ്നമുണ്ട്. അതായത് ഒരു രാഷ്ട്രത്തിന്റെ വിദേശ നയം തൊട്ട് ആഭ്യന്തര നയം വരെ പൂർണ്ണമായിട്ടും കാപട്യം നിറഞ്ഞതും ഹിപ്പോക്രസിയും കള്ളവും ചൂഷണവും വർഗീയവാദവും എല്ലാം ചേർന്ന് കഴിയുമ്പോൾ അതാണ് ഈ പാകിസ്ഥാൻ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനാധിപത്യം എന്നൊരാശയം പാകിസ്ഥാനിൽ നിലനിൽക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഈ ക്രൂരതകൾ മുഖം മൂടി ലോകം വലിച്ചു ചീന്തി അതിന്റെ യഥാർത്ഥ രൂപം നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. എന്തായാലും ഈ ഒരു സംഭവത്തെ ഓരോ ശ്രീലങ്കക്കാരനെ പോലെ ലോകം മുഴുവൻ അപലപിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത്തരം ചിന്തകൾ രാഷ്ട്രങ്ങളെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് വരും. എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാകും അതെന്ന് എനിക്ക് തോന്നുന്നു.